പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ യേശുവിനെയും കാത്ത് വളരെയധികം പുരുഷന്മാർ ഇരിക്കുകയായിരുന്നു. യേശു വരുന്നത് കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ യായിറോസ് എന്ന പള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തിന് 12 വയസ്സുള്ള ഒരു മകളുണ്ട്. അവൾ രോഗം മൂർച്ഛിച്ച് മരിക്കാറായിരിക്കുന്നു എന്നും തൻ്റെ വീട്ടിൽ വന്ന് അവളെ രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുരുഷന്മാർ വളരെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ, അവൾക്ക് 12 വർഷമായി രക്തസ്രവമുള്ളവളാണ്. അവൾ അനേകം വൈദ്യന്മാരെ കണ്ട് ചികിത്സിച്ചിട്ടും പണമെല്ലാം നഷ്ടപ്പെട്ടതല്ലാതെ ഒരു കുറവുമില്ല. ആർക്കും അവളുടെ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നതായ ഒരു സ്ത്രീ. അവൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് അവന്റെ അടുക്കൽ വന്നു. പുരുഷാരം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ അവൾ യേശുവിന്റെ പുറകിൽ ചെന്ന് വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. തൽക്ഷണം അവളുടെ രക്തസ്രവം നിന്നു. ഉടനെ യേശു, എന്നെ തൊട്ടത് ആർ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞാനല്ല എന്ന്. ഇത് കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഗുരോ, ജനങ്ങൾ വളരെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുന്നത് എന്ത്? അപ്പോൾ യേശു പറഞ്ഞു, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ട സ്ത്രീ വിറച്ചുകൊണ്ട് യേശുവിന്റെ കാൽക്കൽ വീണിട്ട് യേശുവിനെ താൻ തൊട്ടതും തൽക്ഷണം തനിക്ക് സൗഖ്യം വന്നതും എല്ലാ ജനവും കേൾക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യേശു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ഒരാൾ വന്ന് യായിറോസിനോട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന്. ഇത് കേട്ട യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പിന്നെ കുട്ടിയുടെ അപ്പനെയും അമ്മയെയും മാത്രം കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നതായ മുറിയിലേക്ക് പോയി. അപ്പോൾ കുട്ടി മരിച്ചതോർത്ത് നിലവിളിച്ച് അലറിക്കരയുന്നതായ ആൾക്കാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, കരയേണ്ട, കുട്ടി മരിച്ചില്ല, ഉറങ്ങുകയല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടി മരിച്ചു എന്ന് വ്യക്തമായി അറിയാവുന്ന അവർ യേശുവിനെ പരിഹസിച്ചു. എന്നാൽ യേശു അതൊന്നും കാര്യമാക്കാതെ മരിച്ച കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലേ, എഴുന്നേൽക്ക എന്നുറക്കെ പറഞ്ഞു. തൽക്ഷണം അവളുടെ ആത്മാവ് മടങ്ങി അവളിലേക്ക് വന്നു. അവൾ ഉടനെ തന്നെ എഴുന്നേറ്റിരുന്നു. യേശു അവളുടെ മാതാപിതാക്കളോട് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഇതൊക്കെ കണ്ട് ജനങ്ങൾ വളരെ വിസ്മയിച്ചു. പള്ളിപ്രമാണിയായ യായിറോസ് തന്റെ മകൾ മരിച്ചു കഴിഞ്ഞിട്ടും യേശുവിനെ വിശ്വാസത്തോടെ തന്റെ മരിച്ച മകളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. അതിലൂടെ ദൈവത്തിന്റെ അത്ഭുതം അനുഭവിച്ചു. അതുപോലെ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ തനിക്ക് സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്തപ്പോൾ അവൾക്ക് സൗഖ്യമുണ്ടായി. ഇതാണ് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ യാക്കോബ് 2:24 അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ, അങ്ങയുടെ വചനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുവാനും വിശ്വാസത്തിനൊപ്പമുള്ള പ്രവൃത്തി ചെയ്യുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും യേശു കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു.